ഇല്ലാത്ത മോഷണത്തിന്റെ പേരിൽ തിരുവനന്തപുരം പേരൂർക്കടയിൽ വീട്ടുജോലിക്കാരിയായ ദളിത് സ്ത്രീക്ക് പോലീസിന്റെ മാനസിക പീഡനം. സ്വർണമാല കാണാനില്ല എന്ന പരാതിയിൽ പനയമുട്ടം സ്വദേശി ആർ ബിന്ദുവിനെ ഇക്കഴിഞ്ഞ മാസം 23-ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വെള്ളം പോലും നൽകാതെ ചോദ്യം ചെയ്യുകയായിരുന്നു. കാണാതായ സ്വർണമാല അതേ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും പോലീസ് എഫ്ഐആർ റദ്ദാക്കിയിട്ടില്ല. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും ബിന്ദു പരാതി നൽകിയിരിക്കുകയാണ്. അജീഷ് ജയകുമാറാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, എന്തൊക്കെയാണ് ഈ യുവതി പറയുന്നത്? പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ പീഡനങ്ങൾ നേരിടേണ്ടി വന്നു അജീഷ്? ഉന്മേഷ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് ബിന്ദുവിനോട് ഈ മാല മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞതാണ്. ഇപ്പോൾ നിൽക്കുന്നത് ചുള്ളിമാനൂർ പനയമുട്ടത്തെ ബിന്ദുവിന്റെ വീട്ടിലാണ്. ബിന്ദു ഞങ്ങളോടൊപ്പമുണ്ട്. എന്താണ് സംഭവിച്ചത്? എത്ര ദിവസമാണ് ആ വീട്ടിൽ ജോലിക്ക് പോയിരുന്നത്? ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറയാമോ? 3 ദിവസം. ലാസ്റ്റ് പോയത് 19-ാം തീയതിയാണ്. പിന്നെ ഞാൻ പിറ്റേ ആഴ്ച പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. ആദ്യം എന്താ പോലീസ് വിളിച്ചിട്ട് ചോദിച്ചത്? ഞാൻ കവടിയാറൊരു വീട്ടിൽ പത്മജ എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ ജോലിക്ക് പോയിട്ട് അവിടെ സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു ആദ്യം ഒരു കോൾ വന്നു, അത് ഞാൻ എടുത്തില്ല. രണ്ടാമതൊരു കോൾ വന്നപ്പം ഞാൻ ചോദിച്ചു, ഹലോ സാർ, ഇതാ ഇവിടെ നിന്ന് ചോദിച്ചു. ബിന്ദു ആണെന്ന് ചോദിച്ചു. ബിന്ദു ആണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പേറുകൂടെ നിങ്ങൾ ഇവിടെ വീട്ടു ജോലിക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, എനിക്കൂടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ഓമന ഡാനിയൽ. ഞാൻ ചോദിച്ചു, എന്ത് സാർ? അതൊക്കെ ഇനി വന്നിട്ട് പറയാം. ഇതിനിടയ്ക്ക് ഞാൻ ഒരു മകളെ വിളിച്ചു, നിഷയെന്ന് പറഞ്ഞ അവരെ മകളെ ഞാൻ വിളിച്ചു. ഞാൻ എന്താണ് ചേച്ചി എന്ന് ചോദിച്ചു. അത് ബിന്ദുവിന് 3 ദിവസത്തെ പൈസയുമായി അമ്മമ്മി വേറെ കൂടെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ്, ബിന്ദു പെട്ടെന്ന് ചെല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട കാര്യം എന്താണ്? അതെനിക്കറിയത്തില്ല, ബിന്ദു പെട്ടെന്ന് ചെല്ലും എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ ഓട്ടോ വിളിച്ചു. ഓട്ടോയ്ക്ക് എനിക്ക് പൈസ ഇല്ലായിരുന്നു. ഞാൻ അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, ഓട്ടോ വിളിച്ച് വന്നാൽ മതി, നമ്മൾ പൈസ കൊടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ അത് പ്രകാരം ഓടി ഓട്ടോ വിളിച്ച് പെട്ടെന്ന് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഓമനാടാനും മകളും SIയുടെ അടുത്തിരിക്കുക. അപ്പോൾ ഞാൻ എന്ത് സാറെന്ന് ചോദിച്ചു. അത് ഇവർ 2.5 പവൻ്റെ മാല കണ്ടില്ല, അത് ബിന്ദുവാണ് എടുത്തത്, ബിന്ദു തിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ആരെയും മാല ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്താ മേഡം എന്ന് വെച്ചപ്പോൾ ബിന്ദുവാണ് ലാസ്റ്റ് എൻ്റെ ഇവിടെ ജോലിക്ക് വന്നത്, മാല കണ്ടില്ല. ഞാൻ പറഞ്ഞു, മേഡം ഞാൻ മാല എടുത്തിട്ടില്ല. അപ്പോൾ തന്നെ SI വേറെ ഒരു വനിതയെ വിളിച്ചിട്ട് എന്നെ റൂമിൽ കൊണ്ടുപോയി. എൻ്റെ ടോപ്പെല്ലാം മാറ്റിയിട്ട് എന്നെ പരിശോധിച്ചു, എൻ്റെ ബാഗെല്ലാം പരിശോധിച്ചു. എൻ്റെ മാല കിട്ടിയില്ല. തിരിച്ച് ഇനി വെളിയിൽ കൊണ്ടുവന്നിട്ട് വേറൊരു പോലീസ് തന്നെ വിളിച്ച് എന്നെ റൂമിൽ കൊണ്ടുപോയി എന്നെ ചോദ്യം ചെയ്തു. മോശമായിട്ടാണോ ഈ ചോദ്യം ചെയ്തത്? മാല എവിടെ എന്ന് പറഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു, മേഡം ഞാൻ മാല എടുത്തിട്ടില്ല. അവിടുത്തെ തൊഴുത് ഞാൻ പറഞ്ഞു, മേഡം ഞാൻ മാല എടുത്തിട്ടില്ല. ഈ വീട്ടിലേക്ക് പോലീസ് പരിശോധനയ്ക്ക് എപ്പോഴെങ്കിലും വന്നിരുന്നു? അത് അങ്ങനെ ഒരു 8:30 ഓമനാണ്ടാലിന്റെ പ്രകാരമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അതിനുശേഷം പിന്നെ ഈ പോലീസ് ആർക്കൊക്കെയാണ് പരാതി കൊടുത്തത്? എങ്ങനെയാണ് ഈ മാല കിട്ടിയത്? പട്ടികജാതി കമ്മീഷൻ ഓഫീസർ കൊടുത്തു, DGPക്ക് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു. ഈ മാല കിട്ടിയ വിവരമൊക്കെ ആരാ വിളിച്ച് പറഞ്ഞത്? ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ചേട്ടനോട് പറഞ്ഞ അവർക്ക് മാല കിട്ടിയെന്നും ഈ ഒരു പോലീസുകാരെ റിട്ടയർഡായ ഒരു പോലീസുകാരനാണ് എൻ്റെ ചേട്ടനോട് വിളിച്ച് പറഞ്ഞത് മാല കിട്ടി എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ അറിയുന്നത്. പോലീസ് അപ്പോഴേക്കും കേസൊക്കെ എടുത്തിരുന്നല്ലേ? എടുത്തിരുന്നു. രാത്രി 4:45 FIR ഇട്ടിരുന്നു. എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ FIR റദ്ദാക്കാനായിട്ട് ആർക്കെങ്കിലും പരാതി കൊടുത്തിരുന്നോ? അങ്ങനെ കൊടുത്തിട്ടില്ല. ഈ പരാതി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മുഖ്യമന്ത്രിക്കും വേറെ ആരെയൊക്കെ കണ്ടത്? ഇവര് 3 പേരെ മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ ആരെയും കണ്ടിട്ടില്ല. ഈ ശശിയുടെ പെരുമാറ്റം എങ്ങനെയുണ്ട്? അവിടെ നമ്മൾ ചെന്നു, ഞാൻ വക്കീലുമായി ചെന്നു, പരാതി കൊടുത്തു. എൻ്റെ പേപ്പർ മന്ത്രിയുടെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ വായിച്ചത് നോക്കിയില്ല, അങ്ങോട്ട് ഇട്ടിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഇതൊരു മാല മോഷണവുമായുള്ള കേസാണ്. അപ്പോൾ പറഞ്ഞു, പിന്നെ ഇത് മാല മോഷണവുമായി പരാതിപ്പെട്ട ഈ പരാതിക്കാർ സ്റ്റേഷനിൽ വിടും, പോലീസ് പിടിക്കും, ഇതൊക്കെ കോടതിയിലാണ് പറയാനെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. പറഞ്ഞിട്ട് നമ്മളഞ്ഞ് വെളിയിലിറങ്ങി. ഇത്രേ അവിടെ നിന്ന് പറഞ്ഞു. ഇതുവരെ ഈ FIR റദ്ദാക്കിയിട്ടില്ലേ? അതുകൊണ്ട് 1 മാസത്തോളം ആവാൻ പോകുന്നു. എനിക്കറിയത്തില്ല, FIR റദ്ദാക്കുന്ന കാര്യത്തെ പറ്റി എനിക്കറിയത്തില്ല. എന്താണ് ഈ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്? നടപടി വേണം, എനിക്ക് നീതി കിട്ടണം. ഞാൻ ചെയ്യാത്ത കുറ്റമാണ്. വളരെ മോശമായിട്ട് പെരുമാറിയല്ലേ? വളരെ പ്രസന്റ് എന്ന് പറയുന്ന ഒരു പോലീസുകാരന് ഭയങ്കരമായിട്ട് എന്നോട് മോശം രീതിയിൽ പെരുമാറിയത്. എൻ്റെ മക്കളെയും കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെയും കേസിൽ കൊടുക്കും, എൻ്റെ മക്കൾക്ക് അവിടെ ജയിലിൽ സുഖജീവിതമാണ് എന്നൊക്കെ ഒത്തിരി പറഞ്ഞെന്നെ വല്ലാതെ എന്നെ വേദനിപ്പിച്ചു.
അപ്പം അങ്ങനെയാണ് ഉന്മേഷ്. കാരണം 2 കുട്ടികളാണ്, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബമാണ്, വീട്ടുജോലിയൊക്കെ എടുത്ത് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അവരെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ഹരാസ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. അത് ഒരു വ്യാജ പരാതി. പരാതി സ്വർണം കിട്ടി അല്ലെങ്കിൽ സ്വർണം കാണാനില്ല എന്ന് പരാതി പറഞ്ഞ് വീട്ടിൽ വന്ന് പരിശോധന പോലും നടത്താതെ, സ്വർണം കയ്യിൽ നിന്ന് ഉണ്ടെന്ന് കണ്ടെത്താതെ ഒരു ദളിത് സ്ത്രീയോട് ഇത്തരത്തിൽ ഒരു പെരുമാറ്റം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് ജാതീയ അധിക്ഷേപമാണ് എന്നുള്ള കാര്യത്തിൽ വേറെ ഒരു തർക്കവുമില്ല. മാത്രമല്ല, അതിനെതിരെ പരാതി പറയാൻ പോയപ്പോൾ അവർക്കുണ്ടായ ദുരനുഭവം എല്ലാവരും അത് ഞെട്ടിക്കുന്നതാണ്. കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നേരിട്ട് കണ്ടിട്ട് പോലും ആ പരാതി ഒന്ന് തുറന്ന് വായിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല എന്നവർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ പോലീസുകാർക്കെതിരെ കർശന നടപടി വേണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത് ബിന്ദുവിന്റെ കുടുംബവും ഒക്കെ. എന്തായാലും നാട്ടുകാരും അടക്കമുള്ളവർക്ക് ബിന്ദുവിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ സണ്ണി ജോസഫ് കുറച്ചു സമയത്തിനകം ഇവിടെ എത്തിച്ചേരും, അവർക്ക് പിന്തുണ ഏൽപ്പിക്കും. എന്തായാലും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ബിന്ദുവിനൊപ്പമുണ്ട്. ഈ പോലീസിനെതിരെ കർശന നടപടി വേണമെന്ന് തന്നെയാണ് അവർ ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ അവിടെ പോലീസ് സ്റ്റേഷനിലടക്കം ഉണ്ടായ അനുഭവം ബിന്ദു പറയുന്നുണ്ട്. ഈ പോലീസ് ഇക്കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇപ്പോൾ വിശദീകരണം നൽകുന്നത്? എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു സമീപനം ഉണ്ടായി എന്ന് പോലീസ് പറയുന്നുണ്ടോ? പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു വിശദീകരണം എന്ന് പറയുമ്പോൾ അവർക്കൊരു പരാതി കിട്ടി. ഒമന ഡാനിയൽ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു പരാതി കിട്ടി. ആ പരാതി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ തൊട്ട് മുമ്പ് ഒരു 3 ദിവസം അവിടെ വീട്ടിൽ ജോലി ചെയ്തിരുന്നു എന്ന് പറയുന്ന ആളുടെ വിളിച്ചു വരുത്തിയത്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ പോലീസ് അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം ഉണ്ടായ പെരുമാറ്റം അതാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും വലിയ പിഴവ്. കാരണം ഒരു സ്ത്രീയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഏതാണ്ട് 20 മണിക്കൂർ ചോദ്യം ചെയ്യുന്നു. അവർ വെള്ളം ചോദിക്കുമ്പോൾ നിങ്ങൾ കക്കൂസിൽ പോയി അവിടെ നിന്ന് കോരി കുടിച്ചോളൂ എന്നുള്ളൊരു സമീപനം. മാത്രമല്ല, വളരെ മോശമായ രീതിയിൽ എടി പൊടി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കൽ, അങ്ങനെ വളരെ പരുഷമായിട്ടുള്ള രീതിയിലായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലടക്കമുള്ളത് ആ ഒരു സമയത്ത് സ്റ്റേഷനിൽ നടന്നത്. ഇതാണ് ഇവരെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത്. കാരണം അവർ ചെയ്യാത്തൊരു കാര്യം, അത് പിന്നീട് ആ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ ആ സ്വർണം അവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറയുന്നു. അങ്ങനെ സ്വർണം തങ്ങൾ എടുത്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും പോലീസ് വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നു. ഇതാണ് ഇവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച കാര്യം. പക്ഷെ പോലീസ് ആദ്യം ചെയ്തത് ഒരുപക്ഷെ ശരിയായിരിക്കും. കാരണം സംശയിക്കുന്ന ഒരാളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരെ ചോദ്യം ചെയ്യുന്നത് അത് സ്വാഭാവിക നടപടി. ഏതൊരു കേസിലും അത്തരത്തിലൊരു നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നത്. പക്ഷെ അവരോട് സ്വീകരിക്കുന്ന ഒരു സമീപനം അത് പ്രധാനമാണ്. കാരണം അവർ വളരെ പാവപ്പെട്ട സാധാരണക്കാരി ഒരു ദളിത് കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം പോലീസ് ഈ സമീപനം ഇവരോട് എടുത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നിലവിൽ അതിൽ തർക്കമില്ല. കാരണം പോലീസിന്റെ അന്വേഷണത്തിൽ നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ ആ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിൽ പ്രാഥമിക റിപ്പോർട്ടിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു സ്ത്രീയെ വൈകിട്ട് ആ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 20 മണിക്കൂറോളം ചോദ്യം ചെയ്യുക, അവർ വെള്ളം ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുക, വെള്ളം ചോദിക്കുമ്പോൾ കക്കൂസിൽ പോയി കോരി കുടിക്കാൻ പറയുക, അങ്ങനെ വളരെ മോശമായ സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഈ പോലീസുകാർക്കെതിരെ യാതൊരു അച്ചടക്ക നടപടിയും സ്വീകരിച്ചിട്ടില്ല. തുടർ നടപടി സ്വീകരിക്കുക സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കും. എന്തായാലും അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ എന്ത് റിപ്പോർട്ടാകും നൽകുക, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി ഉണ്ടാവുക. അജീഷ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ച കാര്യം കൂടി ബിന്ദു സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടാതെ പോയി ഇത്തരം ഒരു പരാതി പറയാൻ നേരിട്ട് അവരെത്തിയ ഒരു സാഹചര്യത്തിലും എന്താണ് അക്കാര്യങ്ങളിലൊക്കെ പുറത്തു വരുന്ന വിവരം അജീഷ്? നിലവിൽ എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, അതായത് പി ശശിക്കാണ് നേരിട്ട് കണ്ട് അവരൊരു കത്ത് നൽകിയത്, ഒരു പരാതി നൽകിയതെന്ന് പറയുന്നത്. ആ പരാതിയിൽ പറയുന്നത് പോലീസുകാർക്കെതിരെ തന്നെ മോശക്കാരിയായി അല്ലെങ്കിൽ തന്നെ ഒരു കള്ളിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ച, വളരെ മോശമായി പെരുമാറിയ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നത് പി ശശിയെ കാണുന്നത്. പക്ഷേ ഈ പരാതി വാങ്ങി വെച്ചതല്ലാതെ ആ പരാതി ഒന്ന് തുറന്നു നോക്കാനോ അതിനെതിരെ എന്തെങ്കിലും നടപടി കൈക്കൊള്ളാനുള്ള ഒരു സമീപനം സ്വീകരിക്കുകയോ ചെയ്തില്ല. പകരം ശശി പറഞ്ഞത് നിങ്ങൾ കോടതിയിൽ പോയിക്കൊള്ളുക, ഇതൊരു മോഷണ കേസല്ലേ എന്നുള്ളൊരു സമീപനമായിരുന്നു ശശി സ്വീകരിച്ചത് എന്നാണ് ബിന്ദു പറയുന്നത്. പക്ഷേ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ വാർത്തയായതിനു ശേഷം ഒരു വിശദീകരണം വരുന്നത്, അവർ പറഞ്ഞത് അങ്ങനെയല്ല, അത് തെറ്റിദ്ധരിച്ചതാണ്, ഇതൊരു വ്യാഖ്യാന പിശകാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറയുന്നത്. തങ്ങൾ പറഞ്ഞത് ഈ ഒമന ഡാനിയൽ, ഇത് പരാതി നൽകിയ ആൾക്കെതിരെ മാനനഷ്ടത്തിന് കോടതിയിൽ പൊക്കോളൂ എന്നാണ് തങ്ങൾ ഉദ്ദേശിച്ചത് എന്നാണ് അവരിപ്പോൾ വിശദീകരിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ചുള്ള കൂടുതൽ
വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല, കൂടുതൽ വിശദീകരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഒരു പ്രതികരണം ഇതുവരേക്കും പരസ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആരും തന്നെ നടത്തിയിട്ടില്ല. എന്തായാലും അതെല്ലാം വരുന്ന ദിവസങ്ങളിലടക്കം നമുക്ക് പ്രതീക്ഷിക്കേണ്ടതാണ്. എന്ത് പ്രതികരണമാകും, എന്താണ് അവർ ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ട് നടപടിയെടുക്കാൻ വൈകിയത്, ഇതിനടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും നമുക്കെല്ലാം കാത്തിരുന്ന് കാണണം എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്നുള്ളത്. ശരി, ഇപ്പോഴും ആ FIR റദ്ദാക്കിയിട്ടില്ല എന്നടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്ത് നടപടി ഉണ്ടാകും ഈ വിഷയത്തിൽ എന്നത് അറിയേണ്ടതുണ്ട്.